ഇന്ന് നമ്മൾ ഫൂൽ എന്ന കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജയ്സെ ബിനാ മൗസം ബഹാർ ആ ഗയി ഹോ ഇസ് പർ അപ്ന മത് പ്രകട് കരേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഋതുഭേദമില്ലാതെ വസന്തം വന്നിരിക്കുന്നുവോ? ഇതിൽ നിങ്ങളുടെ അഭിപ്രായം പ്രകടമാക്കുക. അതിന്റെ ആൻസർ ബസന്ത് ഫൂലോം കാ ഋതു ഹെ, വസന്തം പൂക്കളുടെ കാലമാണ്. പ്ലാസ്റ്റിക് ഫൂൽ നക്കലി ഹെ, പ്ലാസ്റ്റിക് പൂക്കൾ എന്താ പറയാ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇസ്കെ ലിയെ ബസന്ത് കി സരൂരത്ത് നഹീ, അതിന് വസന്തകാലത്തിന്റെ ആവശ്യം വരുന്നില്ല. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, एक ही भाव से हमेशा दहकते रहते हैं ये फूल, കവി ने क्यों ऐसा कहा होगा? ഒരേ ഭാവത്തിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നു ഈ പൂക്കൾ. കവി ऐसे क्यों कहा होगा, എന്തുകൊണ്ടായിരിക്കാം കവി ഇങ്ങനെ പറഞ്ഞത്? നോക്കാം. गिलना और मुरझाना प्राकृतिक फूलों की सबसे बड़ी खासियत है. വിരിയുകയും വാടുകയും ചെയ്യുന്നത് പ്രാകൃതിക പൂക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. നക്കലി യാ പ്ലാസ്റ്റിക് ഫൂലോമേ കോയി പരിവർത്തൻ നഹീ ആത്താ, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പൂവിന് യാതൊരു പരിവർത്തനവും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. വേ ഹമേശ ഏക് ഹി ഭാവസരത്തെ, അതെപ്പോഴും ഒരേ ഭാവത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? ഇതാണ് അതിന്റെ ആൻസർ. ഇനി ഇത്രയും പഠിക്കാൻ പ്രയാസമുള്ളവർക്ക് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. प्राकृतिक फूल गिलता और मुरझाता है लेकिन प्लास्टिक फूलों में कोई परिवर्तन न आता. പ്രാകൃതിക പൂക്കൾ വിരിയുകയും വാടുകയും ചെയ്യുന്നു, എന്നാൽ പ്ലാസ്റ്റിക് പൂക്കൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത്. മനസ്സിലായോ? ഇതിൽ ഏത് ആൻസർ ആണോ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. सारा घर एक रस इन रंगों में डूबा रहा, इसका मतलब क्या है? വീട് മുഴുവൻ ഒരേ രസത്തില് മുങ്ങി നിന്നു എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം എന്തർത്ഥത്തിലാണെന്ന്. പ്ലാസ്റ്റിക് ഫൂലോं की एक रसदा कवि के घर को सजाती है, അതിന്റെ അർത്ഥം എന്താണ്? മത്ലബ് പ്ലാസ്റ്റിക് ഫൂലോം കി ഏകരസത, പ്ലാസ്റ്റിക് പൂക്കളുടെ ഏകരസത കവിയുടെ വീടിനെ അലങ്കരിച്ചിരുന്നു എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. അടുത്തത് നോക്കാം. ഹവ, മധുമക്കി, തിത്തലി ആദി പ്ലാസ്റ്റിക് കെ ഫൂലോം സെ ക്യോം അസന്തുഷ്ട ഹെ, കാറ്റും അതുപോലെ തന്നെ തേനീച്ചയും പൂമ്പാറ്റയും ഈ മുതലായവയൊക്കെ പ്ലാസ്റ്റിക് പൂക്കളെ എന്തുകൊണ്ടാണ് അസന്തുഷ്ടരായിരുന്നത്? പ്ലാസ്റ്റിക് പൂക്കളിൽ അവർ സന്തുഷ്ടരല്ല. ആരൊക്കെ? കാറ്റ്, തേനീച്ച, പൂമ്പാറ്റ ഇവരൊന്നും പ്ലാസ്റ്റിക് പൂക്കളിൽ സന്തുഷ്ടരല്ല, അസന്തുഷ്ടരാണ്. എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫൂലോം സെ ഹവായേം ഗന്ധ്, മധുമക്കിയാം രസ്, തിത്തലി കോമൾ സ്പർശ് ആദി പ്രാപ്ത് കർത്തി ഹെ, പൂക്കളിൽ നിന്നും കാറ്റ് ഗന്ധവും, തേനീച്ചകൾ മധുമക്കിയാം തേനീച്ചകൾ രസവും തേനും, അതുപോലെ തന്നെ തിത്തലി പൂമ്പാറ്റകൾ കോമൾ സ്പർശ് കോമളമായ മൃദുലമായിട്ടുള്ള സ്പർശനവും പ്രാപ്ത് കർത്തി ഹെ പ്രാപ്തമാക്കുന്നു. പ്രാകൃതിക പൂക്കളിൽ നിന്നാണ് ഈ കാറ്റ് ഗന്ധവും തേനീച്ച തേനും പൂമ്പാറ്റ കോമളമായ സ്പർശം എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള സ്പർശവും പ്രാപ്തമാക്കുന്നത് പ്രാകൃതിക പൂക്കളിൽ നിന്നാണ്. ലേക്കിൻ പ്ലാസ്റ്റിക് ഫൂലോം സെ യഹ് സംഭവ് നഹീ, എന്നാൽ പ്ലാസ്റ്റിക് പൂക്കളിൽ ഇത് സംഭവ്യമല്ല. ഇസ്സേ വേ സന്തുഷ്ട, അതുകൊണ്ടാണ് അവര് അസന്തുഷ്ടരായിരിക്കുന്നത്. ഇസ്സേ വേ അസന്തുഷ്ട, അതുകൊണ്ടാണ് അവര് തൃപ്തരല്ലാത്തത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഇത്രയും പഠിക്കാൻ പ്രയാസമുള്ളവർക്ക്
ഷോർട്ട് ആക്കിയിട്ട് താഴെ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ആണിത്. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണത്. ഇവിടെ മുതൽ ഇവിടം വരെയാണ് ഷോർട്ട് ആക്കിയ ആൻസർ വരുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഇതിൽ ഏതാണോ പഠിക്കാൻ എളുപ്പമുള്ളത് അത് പഠിക്കാം. प्लास्टिक के फूलों से उनको गंध, रस, कोमल स्पर्श आदि न प्राप्त होगा, इसलिए वे असंतुष्ट है. പ്ലാസ്റ്റിക് പൂക്കളിൽ നിന്നും അവർക്ക് ഗന്ധവും രസവും കോമള സ്പർശവും ലഭിക്കുന്നില്ല. ഇക്കാരണത്താലാണ് അവർ അസന്തുഷ്ടരായിട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ഷോർട്ട് ആക്കിയ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇവിടം മുതൽ ഇവിടം വരെയാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. बच्चा फूलों की पहचान करना चाहता है. കുട്ടി പൂക്കളെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. യഹാ ബच्चे का कौन सा മനോഭാവ പ്രകട होता है. ഇവിടെ കുട്ടിയുടെ ഏതു മനോഭാവമാണ് പ്രകടമാക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. എന്റെ ആൻസർ നമുക്ക് നോക്കാം. വഹ് പ്രകൃതി കെ സാത്ത് ജീന ചാത്ത ഹെ. എന്താണ് പ്രകടമാക്കുന്നത്? വഹ് പ്രകൃതി കെ സാത്ത് ജീന ചാത്ത ഹെ. അവൻ പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. कविता की विशेष ശൈലിയോ കോ പഹചാനെ ഓർ ലിഖിയേ. കവിതയിലെ ശൈലി, വിശേഷമായിട്ടുള്ള ശൈലികൾ മനസ്സിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിനാ മൗസം ബഹാർ ആന. ഇതുപോലെയുള്ള വരികൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ കവിതയിലുണ്ട്. അത് നിങ്ങളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് സ്വയം എഴുതാം. ബിനാ മൗസം ബഹാർ ആന, അതായത് കാലമല്ലാതെ ഋതു അല്ലാതെ എന്താണ് പറയാ, മൗസം വസന്തകാലം വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഹോസ്റ്റലിൽ നോക്കിയപ്പോൾ കണ്ടല്ലോ, വസന്തകാലം വന്നിരിക്കുന്നത്. അതുപോലെയുള്ള സെന്റൻസുകൾ നിങ്ങളുടെ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാം. ഇനി അടുത്തത് കവിതാക്കെ ആധാർ പർ പൂർത്തീകരേ. കവിതയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാസ്റ്റിക് കാ ഉദ്യാൻ. പ്ലാസ്റ്റിക് ഉദ്യാൻ യഥാർത്ഥ ഉദ്യാനാണത്. ഉദ്യാൻ പ്ലാസ്റ്റിക്കിൻ്റെത് ഒരു ഭാഗത്ത് അസലി ഉദ്യാൻ, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് കാ ഉദ്യാൻ ഗന്ധ് നഹി. പ്ലാസ്റ്റിക് ഉദ്യാനില് ഗന്ധം ഉണ്ടായിരിക്കില്ല. രസ് നഹി, കോമൾ സ്പർശ് നഹി, അല്ലേ? അത് നമ്മൾ പഠിച്ചതാണ്. ഗന്ധ്, രസ്, കോമൾ സ്പർശ്, പിന്നെ രംഗ്, അല്ലേ? അപ്പൊ അതൊക്കെ ഇവിടെ നഹീം എന്ന് എഴുതണം. ഗന്ധ് നഹീം, രംഗ് നഹീം, കോമൾ സ്പർശ് നഹീം. ഇനി അടുത്ത നോക്കാം. അസലി ഉദ്യാൻ. അസലി ഉദ്യാനില് എങ്ങനെ എഴുതണം? ഗന്ധ് ഹേ, കോമൾ സ്പർശ് ഹേ. ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. कविता के आधार पर पूर्ति करिए. प्लास्टिक का उद्यान गंध नहीं, रस नहीं, കോമളത नहीं, രംഗ് नहीं. കണ്ടോ? ഗന്ധമുണ്ടായിരിക്കില്ല, തേനുണ്ടായിരിക്കില്ല, സോഫ്റ്റ് ഉണ്ടായിരിക്കില്ല, നിറമുണ്ടായിരിക്കില്ല പ്ലാസ്റ്റിക് പൂക്കൾക്ക്. അടുത്ത നോക്കാം. असली उद्यान गंध है, रस है, കോമളത है, രംഗ് है. അസലി ഉദ്യാൻ, യഥാർത്ഥ ഉദ്യാനത്തിന് ഗന്ധമുണ്ടായിരിക്കും, തേനുണ്ടായിരിക്കും, കോമളത ഉണ്ടായിരിക്കും, അതായത് എന്താ പറയാ, സോഫ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിറമുണ്ടായിരിക്കും. അത്രയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നിങ്ങളുടെ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളത് ഇത്രയാണുള്ളത്. ഇനി നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് നീച്ചേ ദിയേ വാക്യ പഠേ രേഖാഗിത ശബ്ദോ പർ ധ്യാന ദേ. ചാഹിയേ എന്നതാണ്. ചാഹിയേ എന്ന് പറഞ്ഞാൽ വേണം.
ഹമേ ഫൂലോं കി ഗന്ധ് ചാഹിയെ, ഞങ്ങൾക്ക് പൂക്കളുടെ ഗന്ധം വേണം. മുജെ വേണി കെ ലിയെ ഫൂൽ ചാഹിയെ, എനിക്ക് മുടിയിൽ ചൂടാൻ പൂ വേണം. ഹമേ രസ് ചാഹിയെ, ഞങ്ങൾക്ക് തേൻ വേണം. അപ്പൊ ചാഹിയെ പറഞ്ഞാല് വേണം, മനസ്സിലായോ? ഐസേ വാക്യ കവിതാസെ ചുൻകർ ലിഖെ, ഇതുപോലുള്ള വാക്യങ്ങൾ ഇനിയും ഉണ്ട് കവിതയിൽ. അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത് എഴുതുക. ഇത് കൂടാതെ അമ്മ പൂജയ്ക്ക് വേണ്ടി പൂ ചോദിക്കുന്നു, പൂ വേണമെന്ന് പറയുന്നതുണ്ട് അല്ലേ? അങ്ങനെയുള്ള സെന്റൻസ് നിങ്ങളുടെ കവിതയിലുണ്ട്. അത് നോക്കിയിട്ട് കുട്ടികൾ തിരിച്ചറിവിന് വേണ്ടി പൂ വേണം പറയുന്നു, അത് നിങ്ങൾക്ക് കവിതയിൽ നോക്കിയാൽ കിട്ടും. ആ വരികൾ നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതുക. അടുത്തത് ടിപ്പണി എഴുതാനാണ്. मनुष्य अपने सुविधा के लिए प्रकृति से अलग रहते हैं. कविता के आधार पर इस पर विचार करें और विश्लेषणात्मക ടിപ്പണി लिखिए. അതായത് ഈ കവിതയുടെ അടിസ്ഥാനത്തിൽ, കവിത പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുള്ള ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യ അപ്പനെ സുവിധാ കെ ലിയെ, മനുഷ്യൻ സ്വന്തം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പ്രകൃതിയെ അവരെ എന്ത് ചെയ്യുന്നു? അകറ്റി നിർത്തുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യൻ സ്വന്തം സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയെ അകറ്റുന്നു. പ്രകൃതിയിൽ അവരൊന്നും ചെയ്യുന്നില്ല. അവര് മണ്ണ് കിളച്ചിട്ട് കൃഷിയൊന്നും ചെയ്യുന്നില്ല. ഒരു കാര്യവും പ്രകൃതിയിൽ ചെയ്യുന്നില്ല. പ്രകൃതിയെ അവർ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോ അതിനെ കുറിച്ചിട്ട് കവിതാക്കെ ആധാർ പർ ഇസ്പ വിചാർ, ഇതിന്റെ കവിതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ടിപ്പണി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതിന്റെ കവിതയുടെ ആശയം എന്ന് പറയുന്നതും ഈ കവിതയുടെ ടിപ്പണി എന്ന് പറയുന്നതും ഒന്നു തന്നെയാണ്. നിങ്ങൾക്ക് ആശയം ചോദിച്ചാലും ടിപ്പണി ചോദിച്ചാലും ഒരേ ആൻസർ തന്നെ എഴുതാം. ഓക്കെ, പിന്നീട് ഹരിയാലി കി ചാവമേ ഇക്കായി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. പ്രകൃതി കാ സാത്ത് ദേനെ കെ ലിയെ ഹമേ സാഞ്ചാ കദം ഉഡാനാ ചാഹിയെ. മനുഷ്യ പ്രകൃതി മേ അപ്നി ഇച്ഛാ കെ അനുസാർ ജി സക്തേ ഹേ. അതിൻ്റെയൊക്കെ മീനിങ് നോക്കിയിട്ട് ഏതാണോ ശരിയായിട്ടുള്ളത് മാത്രം എടുത്ത് എഴുതാം. ഓക്കെ, മനുഷ്യ പ്രകൃതിമേ അപ്പനി ഇച്ഛാക്കെ അനുസാർ ജീ സക്തേ. മനുഷ്യന് പ്രകൃതിയിൽ സ്വന്തം ഇഷ്ടാനുസരണം ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ മീനിങ് നോക്കിയിട്ട് ഏതാണോ ഇതില് ശരിയായിട്ടുള്ളത് ആ ശരിയായിട്ടുള്ളത് മാത്രമാണ് എടുത്തെഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടിപ്പണിയും അതുപോലെ ഈ താഴെ തന്നിട്ടുള്ള ഹരിയാലിക്ക് ചാവുമേ സഹി പ്രസ്താവ് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് തന്നെ ചെയ്യാൻ പോകുന്നത് ഇതിൽ വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടെ നിങ്ങളൊന്ന് നോക്കി പഠിക്കണം. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്യുന്നത്. എക്സാമിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കൂടുതലായിട്ടും ചോദിക്കുന്നത് തന്നെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.